നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഇപ്പോൾ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് 4ഓളം എംപിമാർ അവർക്ക് നിയമസഭയിൽ മത്സരിക്കണം എന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇത്തരത്തിൽ 4ഓളം എംപിമാർ എംഎൽഎമാരാകാൻ മത്സരിക്കാൻ തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന രീതിയിൽ AICCക്ക് അതിൽ കടുത്ത എതിർപ്പുണ്ട്. അതായത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വേള വളരെ 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 കൂടുതൽ സീറ്റോടുകൂടി BJP ഭരണത്തിലേക്ക് വരും എന്ന് ഈ പറയുന്ന രീതിയിൽ നരേന്ദ്രമോദിയും സംഘവും അവകാശപ്പെടുമ്പോൾ അയോധ്യ രാമക്ഷേത്ര പുനർനിർമ്മാണം നടത്തി പൂർണ്ണമായി ആ ഒരു രാമക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണത്തിൽ വഹിച്ച പങ്ക്, രാഷ്ട്രത്തിലുടനീളം ഹിന്ദുത്വവൽക്കരണം, ഹിന്ദുത്വം, അതായത് രാമൻ്റെ പൂജ, ഹിന്ദുത്വം ഒക്കെ അത്തരത്തിലുള്ളൊരു വികാരം ഈ പറയുന്ന രീതിയിൽ BJP സർക്കാർ കഴിഞ്ഞ സർക്കാരിൻ്റെ ഭരണകാലത്ത് നടത്തിയപ്പോൾ ഒരു വേള ഇനി BJP തന്നെ ഭരണത്തിൽ കയറും, ആ തവണ ഭരിച്ചപ്പോൾ അവർക്ക് കിട്ടിയ സീറ്റിൻ്റെ എണ്ണത്തേക്കാൾ വരും തവണ അവർക്ക് കിട്ടും എന്ന് അവർ കരുതിയ സമയം ആയിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ നാഷണൽ മീഡിയ, അതായത് ഏഷ്യാനെറ്റ് പോലെയുള്ള മറ്റു ചാനലിലെയും ഒക്കെ വക്താക്കൾ പറഞ്ഞത് തീർച്ചയായിട്ടും കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതിനുള്ള ശ്രമമുണ്ട്. രാജസ്ഥാൻ, കേരളം, ഇങ്ങനെ ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസിന് കർണാടക, കോൺഗ്രസിന് വേരുകളുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ സീറ്റ് കിട്ടി ഏതാണ്ട് BJPയുടെ സീറ്റ് വർധനവ് കുറയ്ക്കാനും മികച്ചൊരു പ്രതിപക്ഷമായി തീരാനും INDIA മുന്നണിക്ക് കഴിയും എന്ന് അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു വേള നമ്മളിത് പറയാൻ കാര്യം, രാഹുൽ ഗാന്ധി എന്ന നേതാവ് ഈ പറയുന്ന രീതിയിൽ INDA മുന്നണിയിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി വന്നപ്പോൾ അതിന് ഒരു നിമിത്തമായത് കേരളത്തിലെ MPമാരുടെ എണ്ണം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ MPമാരുടെ എണ്ണം കുറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ലോകസഭയിൽ നഷ്ടമാകും എന്നുള്ളത് തന്നെയാണ് രാഹുൽ ഗാന്ധി അടങ്ങുന്ന സംഘം AICCയെ ആകപ്പാടെ ആശങ്കപ്പെടുത്തുന്നത്. അത്തരത്തിൽ 4ഓളം MPമാർ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിന് വലിയ നഷ്ടം തന്നെയാകും. കാരണം പിന്നീട് നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് ലോകസഭയിൽ, അതും കേരളത്തിൽ ഈ പറയുന്ന രീതിയിൽ രണ്ടാമതൊരു ഉപതെരഞ്ഞെടുപ്പ് ലോകസഭയിലേക്ക് നടത്തിയാൽ ചിലപ്പോൾ കോൺഗ്രസ് MPമാർ ജയിക്കണം എന്നില്ല. കാരണം ഇപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്നത് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ അടൂർ പ്രകാശ്, അദ്ദേഹം UDF കൺവീനറാണ്, അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി മത്സരിക്കണമെന്ന ആഗ്രഹമുണ്ട് എന്ന് പറയുന്നു നിയമസഭയിലേക്ക്. അങ്ങനെ വരുമ്പോൾ ആറ്റിങ്ങൽ ഈ കഴിഞ്ഞ തവണ V മുരളീധരനും V ജോയിയും ഈ പറയുന്ന അടൂർ പ്രകാശുമാണ് മത്സരിച്ചത്. അടൂർ പ്രകാശ് മത്സരിക്കുമ്പോൾ അടൂർ പ്രകാശിന് കിട്ടുന്ന ഈഴവ വോട്ട് ഈ പറയുന്ന ജോയിയും അടൂർ പ്രകാശും തമ്മിൽ തുച്ഛം വോട്ടിനാണ് കഴിഞ്ഞ തവണ ജയിച്ചത്. അതുപോലെ ചിലപ്പോൾ ജയിക്കണമെന്നില്ല. V മുരളീധരന് വളരെയധികം വോട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ V മുരളീധരന് ചിലപ്പോൾ BJPക്ക് വോട്ട് കിട്ടിയാൽ BJPക്ക് ചിലപ്പോൾ ആ സീറ്റ് കിട്ടും. കേരളത്തിൽ BJPക്ക് ഒരു MP സുരേഷ് ഗോപിക്ക് ശേഷം കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നീട് മറ്റൊരു പേര് കേൾക്കുന്നത് K സുധാകരൻ്റെയാണ്. K സുധാകരൻ കണ്ണൂർ മാറിയാൽ K സുധാകരന് പകരം ആരായിരിക്കും കണ്ണൂർ മത്സരിക്കുക, അതിനി ആരെ നിർത്തും? അദ്ദേഹത്തിന് K സുധാകരന് കണ്ണൂർ ടൗണിൽ നിയമസഭാ സീറ്റിൽ മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സുധാകരൻ മാറിയാൽ, അതായത് കണ്ണൂർ സീറ്റിൽ ഇപ്പോൾ ജയിച്ചിരിക്കുന്ന കടന്നപ്പള്ളി രാമചന്ദ്രനാണ്. കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇനി സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത തീരെയില്ല. അങ്ങനെ വരുമ്പോൾ കടന്നപ്പള്ളി രാമചന്ദ്രനെ മാറ്റി നിർത്തിയ ശേഷം കടന്നപ്പള്ളി രാമചന്ദ്രന് മത്സരിക്കുന്നില്ലെങ്കിൽ ഇടതുപക്ഷത്ത് നിന്ന് ആര് മത്സരിക്കും? അങ്ങനെയെങ്കിൽ K സുധാകരൻ MP സ്ഥാനം രാജിവെച്ച് അങ്ങനെ മത്സരിക്കാൻ മുതൽ മറ്റൊരു മുഖത്തെ ഇനി ആര് അവിടെ? ലോകസഭയാണ്, MP സ്ഥാനമാണ്. ഈ പറയുന്ന രീതിയിൽ K സുധാകരന് ഒപ്പം നിൽക്കുന്ന മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക അത്ര കണ്ട് എളുപ്പമല്ല.
പിന്നെ ഡീൻ കുര്യാക്കോസിനും നിയമസഭയിലേക്ക് മത്സരിക്കണം എന്നുള്ള അഭിപ്രായവും കേൾക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ എണ്ണി വരുമ്പോൾ ഷാഫി പറമ്പിലിൻ്റെ പേരും പറയുന്നു. ഷാഫി പറമ്പിലിനെ നിയമസഭയിൽ മത്സരിപ്പിക്കണം, മന്ത്രിയാക്കണം എന്നൊക്കെയുള്ള വാർത്തകളാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന്, രാഹുൽ ഗാന്ധിക്ക്, AICCക്ക് അതിലൊക്കെ തന്നെ വല്ലാത്ത ആശങ്കയുണ്ട്. അങ്ങനെ ആകെ ആശങ്കപ്പെട്ടിരിക്കുന്ന അവസരത്തിൽ ഇത്തരത്തിൽ MP-മാർ തങ്ങളുടെ MP സ്ഥാനം രാജിവെച്ച് MLA ആകാൻ മത്സരിക്കാൻ വരുന്നു എന്ന വാർത്ത അത്ര കണ്ട് നല്ല രീതിയിലല്ല. ഒരു അവമതിപ്പാണ് AICCക്ക് കേരള ഘടകത്തോട് ഉണ്ടായിരിക്കുന്നത്. ഇതൊക്കെ തന്നെ പതിവാണ്. കാരണം ഒരു വേള കഴിഞ്ഞ 2011 ശേഷം, ഉമ്മൻചാണ്ടി സർക്കാരിന് ശേഷം പിണറായിയുടെ ആദ്യ സർക്കാർ സമയത്ത് തന്നെ ഈ പറയുന്ന രീതിയിൽ അന്ന് കുഞ്ഞാലിക്കുട്ടി മത്സരിച്ച് MP ആയതാണ്. ആ കുഞ്ഞാലിക്കുട്ടി അവിടെ നിന്ന് നേരെ MP സ്ഥാനം രാജിവെച്ച് അദ്ദേഹം വീണ്ടും ഇവിടെ കേരളത്തിൽ മത്സരിക്കാൻ വന്നു. എന്നിട്ട് അദ്ദേഹത്തിന് മന്ത്രിയാകാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇവർക്കൊക്കെ തന്നെ MP സ്ഥാനത്തേക്കാൾ അവരെല്ലാം ആഗ്രഹിക്കുന്നത് കേരളത്തിൽ തന്നെ ഒരു മന്ത്രിയായി വരണം എന്നുള്ളതാണ്. അപ്പോൾ UDFന് നാളിതുവരെ ഇത്തരത്തിൽ അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന ഒരു തോന്നലും, അവിടെ നിൽക്കുമ്പോൾ അത് ശരിയാകും, ഇവിടെ നിൽക്കുമ്പോൾ ഇത് ശരിയാകും, ഇങ്ങനെയുള്ള ഒരു വല്ലാത്ത ആശങ്കയും കോൺഗ്രസിനെ വല്ലാതെ ഒരു പടുകുഴിയിൽ കൊണ്ട് ചാടിക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. AICC കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കി പഴയതുപോലെ അല്ല. എല്ലാ ഇത്തരം പിടിവാശികൾക്കും AICC അംഗീകാരം കൊടുക്കാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന രീതിയിൽ ഒരുതരം കൊച്ചുകുട്ടികളുടെ ചാബല്യം പോലെ പെരുമാറുന്ന നേതാക്കളെ അടക്കി നിർത്താൻ AICC ശ്രമിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം. എങ്കിലും ഒരു നേതാവിന് പകരം മറ്റൊരു മുഖത്തെ കണ്ടെത്താൻ കോൺഗ്രസ് ബുദ്ധിമുട്ടുന്നു എന്ന് പറയുമ്പോൾ അത് തെല്ലൊന്നുമല്ല കോൺഗ്രസിനെ വിശ്വസിക്കുന്ന കോൺഗ്രസിൻ്റെ അണികൾക്കും കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കിനും തെല്ലൊന്നുമല്ല ആശങ്ക ഇതിൽ ഉള്ളത്.